കോട്ടയം ജില്ലയിലെ വോട്ടർമാർക്ക് ബോധവൽക്കരണ പരിപാടിയിൽ ഇപ്പോൾ മുഖ്യ ആകർഷണം ഈ റാപ്പ് സോങ് ആണ്. ഇത് നാടിൻ ശബ്ദം, ഇത് ജനതൻ അവകാശം, നമുക്കൊന്നായി വോട്ടേകാം. നിൻ വിരൽ തുമ്പിൽ ദാ കേൾക്കൂ, നിങ്ങൾ കേൾക്കൂ. ഇത് നാടിൻ ശബ്ദം, ഇത് ജനതൻ അവകാശം, നമുക്കൊന്നായി വോട്ടേകാം. നിൻ വിരൽ തുമ്പിൽ ദാ കേൾക്കൂ, നിങ്ങൾ കേൾക്കൂ. ഇത് നിന്നവകാശം, അത് വോട്ടവകാശം. ഇത് നിന്നവകാശം, അത് വോട്ടവകാശം. ജാതി മതമില്ല, പണക്കാരൻ എന്ന ഭേദമില്ല, നാട്ടിൽ നിന്ന് ജീവിക്കുന്ന എല്ലാവർക്കും ഒരേ പവർ. സമ്മതിദാനത്തിന് തുല്യത, പഴങ്കഥ പാടി പാടി നടക്കാനോ നമുക്കിനി നേരമില്ല. പുതിയൊരു നാളെയെ പണിതുയർത്താനായി വോട്ട് ചെയ്യാൻ ഇനി മടിക്കണ്ട. മുട്ടയോ വോട്ടോ നിന്റെ തീരുമാനം ഉറപ്പാക്കും. നാടിന്റെ നന്മയെ നെഞ്ചിലേറ്റാനായി വോട്ടേകാം. മുണ്ടക്കയം മുരിക്കുംവയൽ ശ്രീ ശബരീശ കോളേജ് അസിസ്റ്റന്റ് ലൈബ്രറിയൻ ദിവ്യ എ ദിവാകരനാണ് ഈ വൈറൽ സോങ്ങിന്റെ ശില്പി. അവിചാരിതമായി കൈവന്ന അവസരത്തെ ഏറെ സർഗാത്മകമായി ദിവ്യ ഉപയോഗിച്ചപ്പോൾ പിറന്നത് വോട്ടവകാശത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന മനോഹരമായ ഈ ആന്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സ്വീപ്പ് കോട്ടയം ഒരു തീം സോങ് ഈ അടുത്ത കാലത്ത് ഇറക്കുകയുണ്ടായി. ആ സോങ് ചിട്ടപ്പെടുത്താനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇപ്പോൾ ഈ സമയത്ത് ആ സോങ് പുറത്തിറങ്ങിയതിന് ശേഷം വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ സോങ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ കൈകളിലേക്ക് എത്തിയത്. ആദ്യം അവർ കളക്ട്രേറ്റിൽ നിന്നുള്ള അസോസിയേറ്റ് ഡയറക്ടർമാരെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരത് ഞാൻ ആദ്യം കമ്പോസ് ചെയ്ത് കൊടുത്ത ലൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം അവരത് എന്നോട് മുഴുവനായി ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഞാനത് ചെയ്ത് അത് ഞാൻ തന്നെ ആലപിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി അവരെനിക്ക് തന്നു. എന്നോടൊപ്പം റാപ്പർമാരായ മാഡിസ്റ്റ, രാക്ഷസ് എന്നിവരാണ് റാപ്പ് ഭാഗം ആലപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വീപ്പ് കോട്ടയം യുവജനങ്ങളുടെ വോട്ട് പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ സോങ് ഇറക്കിയത്. അതിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ ലിറ്ററസി ഫോർ ഡെമോക്രസി എന്നാണ്. അതിലും വലിയൊരു സന്തോഷം ഈ പാട്ടിറങ്ങി മിനിറ്റുകൾക്കകം തന്നെ നമ്മുടെ ചലച്ചിത്ര താരം ഇന്ദ്രജിത്ത്, അതുപോലെ തന്നെ എഴുത്തുകാരനായ ജോസഫ് അന്നംകുട്ടി ജോസ് സാറ്, അതുപോലെ സുശീൽ ശ്യാം സംവിധായകൻ, ഇവരെല്ലാവരും ഇത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും അതോടൊപ്പം ഏറ്റവും വളരെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നത് ഇത് കലക്ടറുടെ ചേംബറിൽ സ്വിച്ച് ഓൺ കർമ്മം നടത്തുകയും അതോടൊപ്പം ഈ പാട്ട് പുറത്തിറക്കിയത് അണ്ടർ-19 ക്രിക്കറ്റിലെ താരമായിരുന്ന ആരോൺ ജോർജാണ്. അദ്ദേഹമാണ് ഈ പാട്ട് പുറത്തിറക്കിയത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ചലച്ചിത്ര താരം ഇന്ദ്രജിത്ത്, സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം, എഴുത്തുകാരൻ ജോസഫ് അന്നക്കുട്ടി ജോസ് എന്നിവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിൽ ഇടം പിടിച്ചതോടെ ദിവ്യയുടെ ഗാനം ദേശീയ ശ്രദ്ധ നേടി. റാപ്പർമാരായ മാഡിസ്റ്റ, രാക്ഷസ് എന്നിവർക്കൊപ്പം ദിവ്യയും ഇതിൽ പാടി. ഇത് നാടിൻ ശബ്ദം, ഇത് ജനതൻ അവകാശം, നമുക്കൊന്നായി വോട്ടേകാം. നിൻ വിരൽ തുമ്പിൽ ദാ കേൾക്കൂ, നിങ്ങൾ കേൾക്കൂ. ഇത് നാടിൻ ശബ്ദം, ഇത് ജനതൻ അവകാശം, നമുക്കൊന്നായി വോട്ടേകാം. നിൻ വിരൽ തുമ്പിൽ ദാ കേൾക്കൂ, നിങ്ങൾ കേൾക്കൂ. ഇത് നിന്നവകാശം, അത് വോട്ടവകാശം. ഇത് നിന്നവകാശം, അത് വോട്ടവകാശം. യുവതി യുവാക്കൾ കൃത്യമായി പോളിംഗ് ബൂത്തിലെത്തണമെന്ന സന്ദേശം ഈ ഗാനം മുന്നോട്ട് വെക്കുന്നു. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ തിളങ്ങിയ മലയാളി താരം കൂടിയായ ആരോൺ ജോർജാണ് പാട്ട് പുറത്ത് ഇറക്കിയത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ പരിപാടിയുടെ ഭാഗമായി ആരോണിനെ ആദരിച്ചു. തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ ഗുബ്ജൻ ഭാരതി മിശ്ര, സ്വീപ് നോഡൽ ഓഫീസർ PA അമാനത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. കോട്ടയം ബെസേലിയോസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉഷാറാക്കി. സോഷ്യൽ മീഡിയ തരംഗമല്ല, പൊളികൂത്തിൽ നീ എത്തണം, അത് വെറും ഒരു വാക്കല്ല.
കലയും ബോധവൽക്കരണവും കൈകോർക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കോട്ടയം ജില്ലാ ഭരണകൂടം. ഫെസ്റ്റൂൺ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.